ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. അധ്യായം 1, ഭാഗം 3. ആപേക്ഷികത. ചോദ്യം: ലോകത്തിൽ ഇത്രയധികം നിഷേധാത്മകത ഉണ്ടാകുവാൻ കാരണമെന്താണ്? ഉത്തരം: നിഷേധാത്മകത പ്രധാനമായും മനസ്സിലാണ് ഉള്ളത്. അതിൻ്റെ പ്രകാശനങ്ങളാണ് നാം പുറമേ കാണുന്നത്. ലോകത്തിൽ ദ്വൈതങ്ങൾ മാത്രമേയുള്ളൂ. ദ്വൈതഭാവങ്ങൾ പ്രധാനമായും ആപേക്ഷികതയുടെ പ്രകാശനങ്ങളാണ്. ആപേക്ഷികത തന്നെ ദ്വൈതഭാവത്തിൽ പ്രകടിപ്പിക്കുന്നു. ഉയർന്നത് ഇല്ലെങ്കിൽ താഴ്ന്നത് ഇല്ല, പൊക്കം കൂടിയതില്ലെങ്കിൽ പൊക്കം കുറഞ്ഞതുമില്ല, വെളുപ്പില്ലെങ്കിൽ കറുപ്പും ഇല്ല, അങ്ങനെ. ഇപ്രകാരം ദ്വൈതങ്ങൾ ആപേക്ഷികമായ നിലനിൽപ്പിനെ നിർവചിക്കുന്നു. യാഥാർത്ഥ്യവും നിഷേധാത്മകത്വവും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ഒന്നില്ലാതെ മറ്റേതിന് നിലനിൽപ്പില്ല. അവ സഹവർത്തിക്കുന്നു. നമ്മുടെ നിലനിൽപ്പും ആപേക്ഷികമാണ്. ഇന്നതിനേക്കാൾ കൂടുതൽ പൊക്കമുള്ള, കൂടുതൽ പണമുള്ള, കൂടുതൽ ബുദ്ധിയുള്ള, കൂടുതൽ നല്ലതായ മുതലായവ എപ്പോഴും എന്തിനോടെങ്കിലും താരതമ്യപ്പെടുത്താനുണ്ട്. ഇത് കൂടുതൽ പ്രകടമാകുന്നതും വ്യക്തമാകുന്നതും ബന്ധുത്വങ്ങളിലാണ്. മകൾക്ക് അയാൾ അച്ഛനാണ്, ഭാര്യയ്ക്ക് അയാൾ ഭർത്താവാണ് എന്നിങ്ങനെ. ബന്ധുത്വങ്ങളും ആപേക്ഷികതയുടെ പ്രകാശനങ്ങളാണ്. ബന്ധുത്വങ്ങൾ ആപേക്ഷികതയിൽ നിന്ന് ഉണ്ടായവയാണ്. അതുകൊണ്ട് ആപേക്ഷികതയെയും ബന്ധുത്വങ്ങളെയും ദ്വൈതഭാവങ്ങളോടുകൂടി മനസ്സിലാക്കുകയാണെങ്കിൽ കാര്യങ്ങൾ സ്പഷ്ടമാകും. ലൗകിക ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഘടനയെ മനസ്സിലാക്കുവാൻ കഴിയും. ദ്വിത്വങ്ങൾ നല്ലതുമല്ല ചീത്തയുമല്ല, ആപേക്ഷികത നല്ലതുമല്ല ചീത്തയുമല്ല, എല്ലാം അങ്ങനെയാകുന്നു എന്ന് മാത്രം. താരതമ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഒരെണ്ണത്തിൻ്റെ അഭാവം ആപേക്ഷികമായി മറ്റേതിൻ്റെയും അഭാവമാണ്. നല്ലതെന്നും ചീത്തയെന്നും പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ ബോധമനസ്സിൻ്റെ തീരുമാനമാണ്. നാം ഉറങ്ങുമ്പോൾ നമുക്ക് വിധി കൽപ്പിക്കുവാനുള്ള കഴിവില്ല. സത്യത്തിൽ എല്ലാം അനുഭവം മാത്രമാണ്. അനുഭവിക്കുന്നവൻ ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, അഹംബോധം തുടങ്ങിയ തൻ്റെ കൈവശമുള്ള ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും അനുഭവിക്കുകയും തൻ്റെ നിബന്ധനകളെ അടിസ്ഥാനമാക്കി ആ അനുഭവങ്ങൾ മികച്ചതോ നല്ലതോ ചീത്തയോ എന്ന് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അനുഭവിക്കപ്പെട്ടതിനും അനുഭവത്തിനും ഒരു തരത്തിൽ അനുഭവിച്ച ആൾക്കും അതിൽ കാര്യമൊന്നും ഇല്ല. എല്ലാം നൈമിഷികവും ആപേക്ഷികവുമാണ്. ഒരു സംഭവത്തിൻ്റെ തീർപ്പോ ധാരണയോ നമ്മുടെ ഉപബോധ മനസ്സിൽ രേഖപ്പെടുത്തപ്പെടുന്നു. ഈ ഡേറ്റ നമ്മുടെ ഹാർഡ് ഡ്രൈവിൽ സൂക്ഷിക്കപ്പെടുന്നു. സദൃശമായ സാഹചര്യങ്ങൾ, വിശദാംശങ്ങളിൽ അവ ഗുരുതരമായി വ്യത്യസ്തങ്ങളായിരുന്നാൽ പോലും ഒരേ രീതിയിൽ വിലയിരുത്തപ്പെടുന്നു. മനസ്സ് മാറ്റങ്ങളെ അംഗീകരിക്കുവാൻ വിസമ്മതിക്കുന്നു. ഇത് ഭയങ്ങളെയും അനിശ്ചിതത്വങ്ങളെയും സൃഷ്ടിക്കുന്നു. അങ്ങനെ ഉപബോധ മനസ്സ് ഒരുവൻ്റെ യാഥാർത്ഥ്യങ്ങളെ പടച്ചുവിടുന്നു. ചിരപരിചയം വിരസതയും ഉണ്ടാക്കുന്നു. മനുഷ്യൻ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഫലങ്ങൾ ധാരാളം ഉണ്ടാകുന്നു. ബന്ധുത്വങ്ങളിൽ ലക്ഷക്കണക്കിന് പ്രകാശനങ്ങൾ സാധ്യമാണ്. ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവൃത്തികളുടെയും സംഭവങ്ങളുടെയും സൃഷ്ടിയിൽ മനുഷ്യന് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം അനവധിയാണ്. അതുകൊണ്ട് യഥാർത്ഥവും നിഷേധാത്മകവും ജീവിതത്തിൻ്റെ ഭാഗമാണ്. നാം ആണ് തീരുമാനിക്കുന്നത്. വസ്തുനിഷ്ഠമായും നിഷ്പക്ഷമായും, അതായത് ഒരു സാക്ഷിയായി നിന്നാൽ ഒന്നും നമ്മെ വിശുദ്ധിയുടെ ശക്തിയെ ബാധിക്കുകയില്ല. നാം എല്ലാത്തിനെയും മായയായോ അബദ്ധധാരണയായോ ദൈവത്തിൻ്റെ ലീലയായോ കരുതും. അത് ബൃഹത്തായ ഒരു നാടകമാണ്. നായകന്മാരും ദുഷ്ടകഥാപാത്രങ്ങളും ഉണ്ടായേ മതിയാകൂ. സൗന്ദര്യമുള്ളതും വിരൂപമായതും വേണം. അഭിനയിക്കുന്നവർക്ക് അവരവരുടെ തന്നെയോ മറ്റുള്ളവരുടെയോ കഥാപാത്രങ്ങളുടെ ആഴം അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാഴ്ചക്കാർക്ക് അവർ കണ്ടു മനസ്സിലാക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൻ്റെ വ്യക്തിപരമായ തോതിൻ്റെയോ അടിസ്ഥാനത്തിൽ തീർപ്പ് കൽപ്പിക്കാനേ കഴിയൂ. ഓരോ വ്യക്തിയും തൻ്റെ അവബോധത്തിൻ്റെ തലത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് ആ തീർപ്പ് പോലും അസത്യമായേക്കാം. അതുകൊണ്ട് ആപേക്ഷികതയാണ് താക്കോൽ, ഒന്നാകലാണ് ഉത്തരം.
പിതാവിൻ്റെയോ പരബ്രഹ്മത്തിൻ്റെയോ കൂടെ ലയിക്കുന്നതോടെ ദ്വിത്വങ്ങളും ആപേക്ഷികതകളും അലിഞ്ഞുപോകും. ഈ സ്ഥിതിയാണ് സച്ചിത് ആനന്ദസ്ഥിതി, നിത്യമായ നിർവൃതി സ്ഥിതി. അവിടെ നിന്നാണ് നമ്മുടെ ആത്മാവ് യാത്ര തുടങ്ങിയത്. ജനനമരണ ചക്രം എന്നേക്കുമായി നിർവഹിച്ചു തീർത്തതിനു ശേഷം യാത്ര അവസാനിപ്പിക്കുന്നതും അവിടെയാണ്. അതുകൊണ്ട് ആത്മാവിനെ ആദരിക്കുക എന്നത് അത്യാവശ്യമാണ്. ഇതിനായി നാം നിയുക്ത പാത്ര അഭിനയത്തിന് അപ്പുറത്ത് പോകേണ്ടതുണ്ട്. നാം ഒരേയൊരു ശാശ്വത സത്യമായ നമ്മുടെ ആത്മാവിൻ്റെ കൂടെ നിൽക്കണം. മറ്റെല്ലാം താൽക്കാലികവും ആപേക്ഷികവുമാണ്. അസ്ഥിരതയുടെ ഉപരിതലത്തിലൂടെ നിർബാധം ഒഴുകൂ. എപ്പോഴും ആത്മാവിനൊപ്പമുണ്ടാകൂ, കൂടെ നിൽക്കൂ. ദൈവം തനിക്കു തന്നെ നൽകിയ ഏറ്റവും മഹത്തായ സമ്മാനം ആപേക്ഷികതയാണെന്ന് എപ്പോഴും ഓർക്കുക. ആപേക്ഷികത ദൈവത്തിന് സൃഷ്ടിയുടെ നിർവഹണ ശക്തിയും ഇഷ്ടം പോലെ ഉപയോഗിക്കാനായി ദശലക്ഷക്കണക്കിന് തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളും നൽകി. നമുക്കും അതിനുള്ള ശക്തിയുണ്ട്. പക്ഷേ ആപേക്ഷികത അതിനെ ഒളിച്ചു വയ്ക്കുന്നു. ധാരണക്കുറവ് അതിനെ മറച്ചു വയ്ക്കുന്നു. ആത്മീയ അനുഷ്ഠാനങ്ങളിൽ കൂടി അസ്തിത്വ തലത്തിലേക്ക് മാറുമ്പോൾ നാം അതിനെ പ്രകാശിപ്പിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. നാം സൃഷ്ടികർത്താവുമായി ഒന്നായിത്തീരുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ ശക്തികളെയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. നമ്മിലുള്ള ആപേക്ഷികത പൂർണ്ണമായി അലിഞ്ഞ് നിരുപാധിക സ്നേഹമായി, സർവലൗകിക സ്നേഹമായി പരിണമിക്കുന്നു. നിസ്വാർത്ഥ ജീവിതം. എല്ലാ ജീവികളിലും നാം നമ്മെ മാത്രം കാണുന്നു. മനസാ വാചാ കർമ്മണ നാം ഒരു ജീവിക്കും ഹാനി വരുത്തുകയില്ല. അതുകൊണ്ട് യഥാർത്ഥമായ ഫലപ്രദമായ ഒരേ ഒരു യാത്ര നമ്മിലേക്ക്, നമ്മുടെ ആത്മാവിലേക്കുള്ള യാത്രയാണ്.